ഞാൻ നിന്നോട് പഠിക്കാൻ വിളിച്ചപ്പോ ചോറിനായിരുന്നു അല്ലടാ. അതിന് വിശക്കുണ്ടാവും, അപ്പൊ ചോദിച്ചോട്ടെ. ഇന്ന് പുളിയിഞ്ചിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വിശക്കും, അതേപോലെ ചോറ് വേണമെന്നൊക്കെ പറയൂട്ടോ. പുളിയിഞ്ചി മധുരമുള്ള സംഭവങ്ങളൊക്കെ അവന് ഇഷ്ടമാണ്. നമ്മുടെ അടുക്കളയിൽ കുറേ ദിവസമായി ചിക്കൻ വെച്ചിട്ട്. അപ്പോൾ ഇന്ന് ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് ചിക്കൻ ചില്ലി ഉണ്ടാക്കണം, ചിക്കൻ കറി ഉണ്ടാക്കണം പറഞ്ഞിട്ടാണ്. സത്യം. ചിക്കൻ ചില്ലി ഇപ്പൊ കൊറേ ആയിട്ടോ, നമ്മൾ തന്നെ വീഡിയോ ഇട്ടിട്ട് തന്നെ കൊറേ ആയില്ലേ, നമ്മള് വാങ്ങിയിട്ട് കൊറേ ആയി. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ, ചിക്കനെയും കൊണ്ടുള്ള ഐറ്റംസ് ആണ്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് പുറത്ത് വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് നിക്കുമ്പോഴേക്കെന്താ മഴ എത്തി. ചാറി പോട്ടെ, കറണ്ട് പോവാതിരുന്നാ മതി. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാട്ടോ. എന്റെ കുട്ടി നീച്ചു, നിങ്ങൾ അരക്കി. അവളുടെ കുട്ടി നീച്ചോന്ന്. പുളിയിഞ്ചി കൂട്ടിയിട്ടൊക്കെ കഴിക്കാൻ വെക്കും നിന്റെ മകന്. പിന്നെ അവന് പറ്റിയതാണെങ്കിൽ അവനെല്ലാം ഇല്ല, അവൻ തന്നു നോക്കില്ല. ഓക്കെ, ഞാൻ പോട്ടെ. നമ്മള് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചെയ്ത ചിക്കനൊക്കെ നേരെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മള് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇല്ലേ, അരച്ചത് ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കോൺഫ്ലവർ, ഇത് മൊത്തം നമ്മൾ ഇതിക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. എന്താ ഉണ്ണി? ചിക്കനൊക്കെയാണ് പറഞ്ഞത് ഞാൻ പഠിക്കാതെ വന്നിരിക്കുകയാണ്. ചിക്കൻ ചില്ലി ആയതുകൊണ്ടാട്ടോ, ചിക്കൻ ആയതുകൊണ്ടല്ല. അതാ നമ്മള് മുട്ടല്ലേ, മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ഇതിൽ തൈര് വേണമെങ്കിൽ തൈര് ചേർക്കാം കേട്ടോ. വിനാഗിരി, ഞാൻ ഒരു തുള്ളി വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കട്ടെ. എന്നിട്ട് കണ്ടോ, നമ്മൾ കോൺഫ്ലവറൊക്കെ ഇട്ടിട്ട് ചിക്കൻ അങ്ങനെ വറക്കൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യൽ. ഇന്ന് ഇവിടെ ഏട്ടൻ കടയ്ക്ക് പോയപ്പോൾ കുറേ ഇലി വാങ്ങിയിട്ട് നമുക്ക് കോൺഫ്ലവറൊക്കെ ഇട്ടിട്ട് വറക്കാന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിപ്പിച്ചതാണ്. പിന്നെ ആരാ വാങ്ങി? കോൺഫ്ലവറോ? കണ്ടില്ലേ, ഇതേപോലെ നല്ല പോലെ ഇളക്കി. അമ്മ അവിടെ നിന്ന് ഒരു തുള്ളി വിനാഗിരി എടുത്തിരുന്നമ്മ, അവിടെ ഒരു കുപ്പിയിലുണ്ടാവും, ഞാൻ മറന്നു. കണ്ടോ, നല്ല പോലെ. ഇല്ലെങ്കിൽ ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞാലും മതി കേട്ടോ. പക്ഷെ നാരങ്ങ ഇല്ല, കഴിഞ്ഞു. പക്ഷെ കടയ്ക്ക് പോകുമ്പോൾ പറയാൻ ഓർമ്മ ഉണ്ടായില്ല. കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കണ്ടേ. നമ്മൾ ചിക്കനൊക്കെ ആവുമ്പോഴേക്കും, ചിക്കൻ കറിയൊക്കെ ആവുമ്പോഴേക്കും ഇതിൽ മസാലയൊക്കെ പിടിക്കില്ലേ, ഒരു അരമണിക്കൂറൊക്കെ ആവില്ലേ, അപ്പോഴേക്കും ഉപ്പും എരിവും ഒക്കെ പിടിക്കും കേട്ടോ. കണ്ടോ, നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക എന്നറിയില്ല. ഞാൻ ചില്ലി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അന്ന് ചില്ലി ഉണ്ടാക്കിയിരുന്നില്ലേ, ഓരോ തരത്തിലുണ്ടാക്കും കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വെക്കട്ടെ. കണ്ടോ, കറണ്ട് പോയോ? നമ്മളെല്ലാം ഒരുങ്ങി പുറത്തൊന്ന് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും നല്ല മഴയാണ് കേട്ടോ. മഴ പെയ്ത എന്താവുന്നൊന്നും അറിയില്ല. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്താ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം പരിപാടി കഴിയും കേട്ടോ. ഒക്കെപ്പാട് തിരുമ്പ വെക്കുക. പക്ഷെ നമ്മൾ കുക്കറിൽ വെക്കുന്നേക്കാളിലും ഈ അടുപ്പിൽ വെക്കുമ്പോഴാണ് ഒന്നും കൂടി രുചി കൂടുതൽ. പിന്നെ എന്നാ ഉള്ളിൽ വെക്കും. കറണ്ട് പോയാലാണ് പ്രശ്നം. ഇതാ
ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് നമ്മളില്ലേ ഇട്ട് കൊടുക്കണ്ടേ. എന്താ ആകെ പ്രശ്നം എന്നറിയോ? ഉറുമ്പ് വന്ന് പൊത്തിക്കുക ഇവിടെ. ഇതെവിടെ? പുറത്തോ? ആ ഇവിടെ ഇവിടെ അടുപ്പിന്റെ പുറത്തോ? അമ്മ അടിച്ചു കളഞ്ഞൂലമ്മ. എനിക്ക് അടിച്ചു പോരി, അത് കഴിഞ്ഞിട്ട് മൊത്തം മേല് ചൊറിയണേ. ഞാനിവിടെ ഇരിക്കും. വൈകുന്നേരത്തെ മഴ. എത്ര വട്ടം തണുപ്പ് പിടിക്കൂലേ? ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ. മഴ നല്ല കനത്തിൽ പെയ്യാതിരുന്നാ മതി അല്ലേ? അവിടുന്നൊക്കെ സ്ഥലം മാറി ഞാൻ ഇവിടെ എത്തി. മഴ പെയ്ത പിന്നെ അങ്ങനെ തന്നെ, പിന്നെ അങ്ങോട്ടും ചാടി കളിച്ചിരിക്കാം. എനിക്കിഷ്ടാട്ടോ അടുപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലേ വൈകുന്നേരത്തൊക്കെ. കാരണം എന്താ വെച്ചാൽ നമ്മളിതൊക്കെ ശീലിച്ചത് കൊണ്ട് ഇത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും അടുപ്പിൽ ചെയ്യുമ്പോ ഇങ്ങനെ ഊതി ഊതി ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. സൂര്യക്കൊന്നും ഇഷ്ടേ അല്ല. ഗ്യാസൊക്കെ കഴിയുമ്പോഴേക്കും സൂര്യക്കില്ലേ ഭയങ്കര ബുദ്ധിമുട്ടല്ലമ്മ. എനിക്ക് അങ്ങനെ പ്രശ്നമില്ല. എന്താ വെച്ചാൽ എൻ്റെ കുട്ടികൾ ചെറുതാവുമ്പോഴും ഇവിടെ ഗ്യാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. കിച്ചുട്ടന് 2 വയസ്സായിട്ടല്ലമ്മ. കിച്ചുട്ടന് 2 വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഗ്യാസ് എടുത്തേക്കണത്. നമ്മളപ്പോ കുട്ടികൾക്ക് കോറുണ്ടാക്കുകയൊക്കെ എന്ന് വെച്ചാലും പട്ടയിലൊക്കെ പട്ട കത്തിച്ചിട്ട് കോറുണ്ടാക്കി കൊടുക്കും. നമ്മളിതിക്ക് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ. കുഞ്ഞു ആ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി കുഞ്ഞുന്റെ കയ്യിലാണ്. പൊടിയൊന്നും കൊടുക്ക്. പൊടിച്ചക്കോ എന്നാ പിടിച്ചോ. ഇത് പഠിക്കായിരുന്നിട്ടില്ല അറിയോ? ഇതാ നമ്മള് ചിക്കൻ പൊടികൾ ഇട്ട് കൊടുക്കണ്ടേ. ഇന്ന് കൊറേ ദിവസമായതും കൊണ്ടേ കൊറേ ആയില്ലേ വാങ്ങിയിട്ട്. അപ്പൊ മക്കൾക്ക് 2 ദിവസമായിട്ട് അമ്മ ഇന്നലെ പറയാൻ തുടങ്ങിയതാണ് കേട്ടോ, ഇറച്ചി വാങ്ങുക എന്നുള്ളത്. അത് വാങ്ങുമ്പോ ഒന്ന് കുറച്ച് തോനെ വാങ്ങിയേക്കണത്. എന്താ വില കുറച്ച് കുറവുണ്ട് തോന്നുന്നുണ്ട്. വില കുറവൊന്നുമില്ല. വില കുറവുണ്ടെന്ന് 120 വില കുറവാണോ? 120 110 അല്ലേ? 110 വില കുറവാണോ? 110 95 പറഞ്ഞു. 95 കുറച്ച് ദിവസം മുന്നേ. അതെ. ഇതാ നല്ല പോലെ മസാല കണ്ടില്ലേ. ബാ കുഞ്ഞ നമ്മൾ ഇതിക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണ്ട്. പിന്നെന്താ ചിക്കൻ അല്ലാണ്ട്? ചിക്കൻ ഫ്രൈ അത്ര. ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. ചായ തന്നോ, വെറുതെ അങ്ങനെ കുടിക്കാലോ. നമ്മളിത് കൂടെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. കല്ലുപ്പ്. ഓ എന്റെ കുഞ്ഞു പറയാ തുടങ്ങി നമ്മുടെ വീഡിയോയില്. ഇല്ല കുഞ്ഞു നല്ല പോലെ എന്താ ചെയ്യണ്ട കുഞ്ഞു? നല്ല പോലെ ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. ചൂടുവെള്ളം ഒഴിക്കി വെച്ചാലും നല്ലതാണ്. കുറച്ച് വെള്ളം. ഇതെന്താ കണ്ടിട്ട് തോന്നണത് കുട്ടിക്ക്? നമ്മളിതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. അതാണ്ടില്ലേ ചിക്കൻ തന്നെ വെള്ളമൊക്കെ വരുന്നുണ്ട്. ഒന്ന് നല്ല പോലെ ആവി കയറി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ കുറച്ച് ചാറ് വേണ്ടത് കൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാ. നമ്മള് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറി കണ്ടില്ലേ? നമ്മളിനി ഇതില് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയും. ചിക്കൻ കറിയുടെ കളർ കണ്ടോ? നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ചിക്കൻ കറിയായി. ഇനി ചില്ലി ഉണ്ടാക്കണം. ഇതാ വരട്ടിയ പോലെ ആക്കിയിട്ടാണ്. ചാറ് കുറച്ചിതാ കുഴമ്പനാക്കിയിട്ടുണ്ട്. ഇതാ കണ്ടാ ചേട്ടാ, ഇതൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. പക്ഷെ നമ്മള് ചിക്കൻ ഉണ്ടാക്കുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേര സമയത്തായതുകൊണ്ട് ശരിക്കും ഇതാവണില്ല അല്ലേ. ഇത് ഒന്ന് അടച്ച് വെക്കട്ടെ. നമ്മള് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലാവുമ്പോ എന്താണെന്നറിയോ, ചട്ടിയിലായതും കൊണ്ട് കണ്ടോ കണ്ടോ ചട്ടി വാങ്ങി വെച്ചാലും കുറച്ചു നേരം അങ്ങനെ തിളച്ചിരിക്കും. വാ നിങ്ങൾ മാറിക്കണേ ഓർന്ന് ഞാൻ ഉണ്ടാക്കി തരാം. വെള്ളമായിട്ടോ, അതൊന്ന് തുടയ്ക്കണം. എണ്ണ നല്ല പോലെ ചൂടായോ? ഇല്ല, കറിവേപ്പില ഞാൻ ചൂടായി എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാട്ടോ. ചൂടായിട്ടില്ല. ചൂടായി വരട്ടെ. കുറച്ച് കറിവേപ്പിൻ്റെ ഇല കണ്ടോ. നമ്മുടെ ചിക്കൻ ചില്ലി ഉണ്ടാക്കാനുള്ളത് ചിക്കൻ ചൂടുള്ള എണ്ണയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ചിക്കൻ ഫ്രൈ, ചിക്കൻ ചില്ലി. ചിക്കൻ ചില്ലി നമ്മുടെ ചില്ലി കണ്ടോ. നമ്മളിതിൽ കളറൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ കളർ കൂട്ടാറുമില്ല. നമ്മൾ ആദ്യം ഒന്നുണ്ടാക്കി. അപ്പം അത് മക്കള് വേണമെന്ന് പറഞ്ഞപ്പോൾ മക്കൾക്ക് കൊടുത്തുട്ടോ. എവിടെ എവിടെ ഒച്ചിനെ കണ്ട് പേടിച്ചിട്ട് നമ്മളിതാ പച്ചമുളക് ലോട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി വറുക്കാനുള്ളതേലൂ കേട്ടോ. അടുപ്പിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് കുറേ നേരമായി ഇരിക്കാൻ നമ്മൾ പൂതി മാറി. എന്താ കഥ? ചാച്ചൊരു താണ്ടൊരു കുട്ടി വന്നല്ലോ നാണം കെടുത്താൻ. നാണം കെടുത്താൻ വന്നല്ലോ. രസമുണ്ടോ? എരിവ് കമ്മിയുണ്ടോ? നമ്മുടെ ചില്ലിയിലെ എല്ലാ ഐറ്റം ചില്ലി
കഴിക്കാറായി പറയാ കേട്ടോ. നമ്മുടെ ചില്ലി ആയിട്ടോ, ചില്ലി ഒക്കെ ആയി. ഞാനില്ലേ ഒച്ചത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ കേട്ടില്ല. ചില്ലി ആയി. ഇതാ പച്ചമുളകില്ലേ, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പച്ചമുളക്, പിന്നെ നമ്മൾ വറുക്കുമ്പോൾ കരുവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അനിയനൊക്കെ കഴിച്ച് സൂപ്പറാണെന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ കോൺഫ്ലവറൊക്കെ ഇട്ടിട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടില്ല. കറിവേപ്പില ഇട്ടു, പച്ചമുളക് ഇട്ടു. അച്ഛനവിടെ ഉള്ളി നുറുക്കുണ്ട്. പച്ചത്തിൽ പറയാം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സൗണ്ട് കേൾക്കില്ലേ പിന്നെ വർത്താനം മറ്റെന്തായാലും. ഇതാട്ടോ കോരി എടുക്കുന്നുണ്ട്. കോരി എടുക്കണ്ട കേട്ടോ. നമ്മളല്ലെങ്കിലും തന്നെ നല്ലൊരു വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു മുടക്കങ്ങൾ തൊണ്ടയ്ക്ക് പിടിക്കും. എങ്ങനെയെങ്കിലും നമ്മള് ആയിട്ടോ. ഇതില്ലേ ചില്ലിക്ക് അങ്ങ് ഇടും. പച്ചമുളക് കുറച്ച് വെള്ളം എടുത്തോട്ട് വേടാ നെക്ക് കുടിക്കാനാട്ടോ. ഇനി നമ്മള് ചോറെടുക്കുക. ചോറുള്ള ഉള്ളി കേട്ടോ. അത് മാത്രം അത് മാത്രമേ വേണ്ടൂ. അത് കുഞ്ഞു വന്നല്ലോ. വേഗം പാത്രം, എല്ലാ പാത്രവും കുട്ടിക്ക് എന്താ വേണ്ടേ? മക്കള് കഴിച്ചിട്ടേലോ നമ്മള് കഴിക്കാട്ടോ. കഴിച്ച് കറിയോ, ചിക്കൻ കറിയോ? കുഞ്ഞുണ്ണി കറി വേണ്ട. കുഞ്ഞുണ്ണിക്ക് കറി വേണ്ട. അമ്മൂട്ടിക്ക് കറി വേണ്ടോ? അമ്മൂട്ടിക്ക് കറി വേണ്ടേ? സൗണ്ട് കിട്ടുന്നുണ്ടോ? സൗണ്ട് ഒക്കെ കിട്ടുമായിരിക്കും. എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പറയേ. കറി വേണ്ടേ? എന്റെ കുഞ്ഞുണ്ണി കറി നോക്കേട്ടാ. സൂപ്പർ. കുഞ്ഞിന് വേണ്ടേ കറി വേണ്ടേ? സൂപ്പറാണോ നല്ല ചോദിച്ചു. കഴിക്കുന്നതിന് മുന്നേ ഞങ്ങൾ സൂപ്പർ ആക്കാം ഒക്കെ പാടെ അല്ലേ? ഒരിക്കലായിട്ട് കഴിച്ചിട്ടാ പറയുന്നത് സൂപ്പറാണല്ലേ. അപ്പൊ എന്താ കൊറേ നേരമായില്ലേ നമുക്ക് കഴിക്കാൻ തുടങ്ങിട്ടോ. ഞങ്ങളെല്ലാരും ഒന്നിച്ചിരുന്ന് കഴിക്കട്ടെ. എന്താ ഏട്ടനും അമ്മ കഴിക്കണ്ടേ? കഴിച്ചോ? അപ്പൊ ഇതെന്താ ഉണ്ടാക്കിട്ട് വേണ്ടേ? അമ്പോ കുട്ടി മാമുണ്ണാണോ? പൊന്നെ കഴിച്ചോളി കുറച്ചും കൂടി. കഴിച്ച് 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 അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെയാണ് ഷാറില് പറയുന്ന മക്കൾ കേട്ടോ. അപ്പൊ നാളെ കാണാം.